ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് 20% തീരുവ ചുമത്തുമെന്ന നിർദ്ദേശം പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം പിൻവലിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസിലെ തീരുവയ്ക്ക് പകരം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുമെന്നും വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകരാജ്യങ്ങൾ തീരുമാനത്തിൽ കടുത്ത എതിർപ്പ് അറിയിച്ചതോടെയാണ് ട്രംപിന്റെ മലക്കം മറിച്ചിൽ. ചൊവ്വാഴ്ച ഇറാഖ് പ്രധാനമന്ത്രിയുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുമ്പ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ നയമാറ്റം അറിയിച്ചത്. മിഡിൽ ഈസ്റ്റ് ഭരണാധികാരികളുമായി നടത്തിയ അതീവ ഫലപ്രദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 20% US പുനരധിവാസ ഫീസിന് പകരം വിവിധ ഗൾഫ് രാജ്യങ്ങളുമായി അമേരിക്കയിലേക്കുള്ള വ്യാപാര നിക്ഷേപ കരാറുകൾ നടപ്പിലാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ട്രംപ് കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ അമേരിക്ക സംരക്ഷിക്കുന്നതിനുള്ള ചെലവെന്നോണം കപ്പലുകളിൽ നിന്ന് 20% തുക ഈടാക്കുമെന്നായിരുന്നു തിങ്കളാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. തങ്ങളാണ് ഇനി ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷകർ എന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് പകരം അമേരിക്കയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ നിക്ഷേപം എത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പോകുന്ന കപ്പലുകൾക്കും ഇറാന്റെ ചരക്കുകൾ കയറ്റുന്ന കപ്പലുകൾക്കുമുള്ള പൂർണ്ണ ഉപരോധം തുടരുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിൽ ഇടപെടാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും വാഷിംഗ്ടണുമായി സഹകരിക്കരുതെന്നും ഇറാൻ സൈന്യം ഗൾഫ് അയൽ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ട്രംപിന്റെ പെട്ടെന്നുള്ള പിന്മാറ്റമുണ്ടാവുകയായിരുന്നു. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഫീസ് ഈടാക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിൽ പ്രതികരിച്ച് ഇറാനും രംഗത്ത് വന്നിരുന്നു. ഹോർമൂസ് വഴിയുള്ള ചരക്കു നീക്കത്തിന് ഫീസ് ഈടാക്കണമെന്ന നിലപാട് അംഗീകരിക്കുന്നതായും എന്നാൽ അതിന് അർഹത തങ്ങൾക്കാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാങ്ചി പറഞ്ഞു. ഹോർമൂസ് വഴി ചരക്കുകൾ കടന്നുപോകാൻ സുരക്ഷയൊരുക്കുന്നവർക്ക് ഈ സേവനത്തിന് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകണം. എപ്പോഴും ഇറാൻ തന്നെയാണ് ഹോർമൂസിന്റെ സംരക്ഷകർ, അരാങ്ചി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. ട്രംപ് നിർദ്ദേശിച്ച 20% ഫീസ് വളരെ കൂടുതലായി പോയെന്നും തങ്ങൾ ന്യായമായ രീതിയിലെ തുക ഈടാക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസിലേക്കുള്ള ഗതാഗതം സംരക്ഷിക്കുന്നതിന് ഗൾഫ് രാജ്യങ്ങൾ US-ന് പ്രതിഫലം നൽകണമെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ ചരക്കുകൾക്കും 20% നികുതി ഈടാക്കുമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതേസമയം ഇറാനിയൻ കപ്പലുകളെ അകത്തേക്കും പുറത്തേക്കും കടത്തിവിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാലെയാണ് ഹോർമൂസിന്റെ എല്ലായ്പ്പോഴുമുള്ള സംരക്ഷകർ തങ്ങളാണെന്നും അവിടെ നികുതി ഈടാക്കണമെന്ന ട്രംപിന്റെ വാദം ന്യായമാണെന്നും അരാങ്ചി വ്യക്തമാക്കിയത്.